മുതിർന്ന നേതാക്കളെയൊക്കെ ഒപ്പം നിർത്തിയാണ് സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രചാരണം നടക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ ഇസ്സത്ത് സുൽഫിക്കറുണ്ട്. ഇസ്സത്തിനൊപ്പം KC വേണുഗോപാൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്സത്ത്, എന്താണ് ഇന്നത്തെ പ്രചാരണ പരിപാടികളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? എന്താണ് അവിടുത്തെ കാഴ്ചകൾ, തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ? ഇസ്സത്ത്, അനീഷ, വലിയ പ്രചാരണ പരിപാടികളാണ് ഇന്ന് ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വലിയൊരു റോഡ് ഷോ തന്നെ ആലപ്പുഴ നഗരത്തിന്റെ മുന്നിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾക്കൊപ്പം തുറന്ന വണ്ടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സ്ഥാനാർത്ഥികളാണ്. യുവ സ്ഥാനാർത്ഥികളും ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെയുണ്ട്. വലിയൊരു റോഡ് ഷോയാണ് ഇപ്പോൾ ആലപ്പുഴ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ വൈസ് പ്രസിഡന്റ് DCC വൈസ് പ്രസിഡന്റ് A. ശുഭ്രനും നിരവധി ആളുകളാണ് ഇവിടെ ഇപ്പോൾ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തുള്ളത്. നമുക്ക് KC സാറിന്റെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം. MP, എങ്ങനെ പോകുന്നു പ്രചരണ പരിപാടികളൊക്കെ? നല്ല പ്രതികരണമാണ് ജനങ്ങളിത് കാണാൻ കഴിയുന്നത്. രാവിലെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ലൊരു മാറ്റമുണ്ട് ജനങ്ങളുടെ. ഇന്നലെ ഡൽഹിയിൽ തിരക്കിട്ട് വന്നതാണ് ഈ പരിപാടിക്ക് വേണ്ടി. കാരണം ആലപ്പുഴ നമുക്ക് എന്നും വ്യക്തിപരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു പ്രദേശമാണ്. ജനങ്ങൾ അത്രയും സ്നേഹിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് അവരൊക്കെ എന്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്ന ആളുകളും എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരുമാണ്. അപ്പോൾ അതിന്റെ കൂടെ നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മുന്നോട്ട് വന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ വരുന്ന അതൊക്കെ വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എല്ലാവരുടെ മുന്നിലും തുറന്നു നിൽക്കുകയാണ്. അതിനപ്പുറം എന്താ ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. മറിച്ച് മറ്റു കാര്യങ്ങളിൽ CPM എടുക്കുന്ന നിലപാടും ഇതും തമ്മിൽ ഇപ്പോൾ താരതമ്യം ചെയ്യുക ആളുകൾ. CPM എന്താ ചെയ്യുന്നത്? എല്ലാവരും സംരക്ഷിക്കുന്ന സമീപനമല്ലേ. ഈ സ്വർണ്ണക്കടത്ത് കൊള്ളക്കേസിൽ പോലും, ശബരിമലയിലെ കേസിൽ പോലും ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? ഇപ്പൊ ദേശീയപാതയിൽ അഴിമതി നടന്നു, നിസ്സംഗതയായിട്ടില്ലേ സ്റ്റേറ്റ് ഗവൺമെന്റ് നിൽക്കുന്നത്, അതിന് കൂട്ടുവെക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ജനത്തിനെ ബാധിക്കുന്ന വിഷയങ്ങൾ അതൊക്കെയല്ലേ, അതെല്ലാം ജനം ചർച്ച ചെയ്യല്ലേ. ജീവിത പ്രയാസം കൊണ്ട് ജനം ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ കിഴക്കൻ പ്രദേശങ്ങളിലെ കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കാണാൻ പറ്റും നമുക്ക് എവിടെയും. മയക്കുമരുന്നിന്റെ വ്യാപനം കൊണ്ട് ജനങ്ങൾ ആകെ പ്രയാസത്തിലാണ്. ഇതിനൊന്നും നടപടിയില്ല. ഇത് ജനങ്ങളെ ബാധിക്കുന്ന മൗലികമായ പ്രശ്നങ്ങളല്ലേ അവർ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ ചർച്ച ചെയ്യുമ്പോൾ ഒരു മാറ്റം അവർ ചിന്തിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം, അതായത് മറ്റു വിഷയങ്ങളിൽ നിന്നും വ്യതിചലിച്ചു വിടാനെടുത്ത ഒരു രാഷ്ട്രീയ ഗൂഢാലോചന പോലെയും കണക്കിലെടുക്കാൻ പാടില്ല. അതെ, ആയിരിക്കും. അവർ വളരെ ഡിഫൻസിലായിരിക്കുന്ന സാഹചര്യത്തിൽ അവർ എന്തായാലും ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഒരു പാർട്ടി എടുക്കാത്ത ആക്ഷൻ. പക്ഷെ അവരുടെ കാര്യത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് അത് ചോദിക്കുന്നില്ല, അത് ചർച്ചയാക്കുന്നില്ല? സത്യത്തിൽ മീഡിയ ചർച്ചയാക്കേണ്ടതല്ലേ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ? ഞങ്ങളുടെ നിലപാടും അവരുടെ നിലപാടും അതല്ല പക്ഷെ ജനങ്ങളത് ചർച്ചയാക്കുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പൊതുവെ ഇത്തവണ കോൺഗ്രസിൽ വിമതശല്യം കുറവാണ്, വളരെ കുറവാണ്. കാരണം ഞങ്ങളുടെ പാർട്ടി താഴെ തട്ടിൽ നിന്നാണ് അവരുടെ അഭിപ്രായം രൂപീകരിച്ചിട്ടാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു. അത് ബത്തേരി ക്യാമ്പിൽ തന്നെ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വളരെ നല്ല ഒരു പ്രതികരണമാണ് ഉള്ളത്. റിബൽ ശല്യം ഇല്ല എന്ന് പറയാം. നല്ല സ്ഥാനാർത്ഥികളാണ് എല്ലായിടത്തും ഉള്ളത്. അതൊക്കെ നമ്മളെ വിജയപ്രതീക്ഷ കൂടുന്നുണ്ട്. പക്ഷെ അപ്പോഴും കണ്ണൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ ഐക്യകണ്ഠേന 3 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ 3 പേരെ ഏകപക്ഷീയമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആന്തൂരല്ലേ അത് ജനാധിപത്യത്തിന് നല്ല മുഖമാണോ? മോഡി അവിടെ ജനാധിപത്യം കൊല ചെയ്യുന്ന പറയുന്നവർ സ്ഥാനാർത്ഥികളെ വെച്ചാൽ അവരുടെ ജീവൻ ഭീഷണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളെ പിൻവലിച്ചോടും. അതാണ് ആന്തൂരിലെ പാരമ്പര്യം. ഇപ്പോഴും ആ പഴയ യുഗത്തിൽ അവിടെ നിൽക്കുകയാണ്. പക്ഷേ ബാക്കിയെല്ലായിടത്തും മാറി. ജനങ്ങളത് വിലയിരുത്തും. ഇതൊരു സെമിഫൈനൽ പോരാട്ടം തന്നെയല്ലോ. അല്ല, അങ്ങനെ കാണണ്ട. ആ പോരാട്ടത്തിന്റെ ജനം വിധി ക്ലിയറാണ്. ജനം ഒരു മാറ്റത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഇത് എന്തായാലും തീർച്ചയായിട്ടും ഇതിലും UDF മുന്നേറ്റം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ UDF നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതുപോലെ തന്നെ പ്രചരണ പരിപാടികളും ഇന്ന് കനത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനുശേഷം മറ്റു മണ്ഡലങ്ങളിലേക്കും KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലും ഈ റോഡ് ഷോ പുരോഗമിക്കും.